ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ട് ഒരു ബട്ടർ മിൽക്ക് ടോസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 4 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അതിന് ബ്രെഡ്, ബട്ടർ, പിന്നെ ഷുഗർ, പിന്നെ പാല്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളി ഒരു സ്നാക്ക് ഈവനിങ്ങിൽ നിങ്ങൾക്ക് കഴിക്കാം. കുട്ടിക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാം, കുട്ടിക്ക് സ്നാക്ക് റെസിപ്പി ആയിട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ബട്ടർ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല എമൗണ്ടിൽ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ബട്ടർ നിങ്ങൾ റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കണം. ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസും നല്ലോണം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ലെയർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ലെയർ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ബട്ടർ സ്പ്രെഡ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ നല്ലോണം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എത്തുന്ന പോലെ തന്നെ നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടിയൊക്കെയാണെങ്കിൽ കുറച്ചധികം ഷുഗർ ഇടാം. നിങ്ങൾക്ക് വലിയ ആക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ബട്ടർ പുരട്ടാത്ത സൈഡ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മേലെ വെക്കുന്നത്. എന്നിട്ട് ബട്ടറിൻ്റെ മേലെ ഇതേപോലെ തന്നെ 3ലും അതിൻ്റെ മേലെ ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 ബ്രെഡിലും ബട്ടറും ഷുഗറും നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് അട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള നല്ല പാന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെച്ചത് എനിക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഈ പാനിൽ ഞാൻ വെച്ചപ്പം അതിൽ അടിക്ക് പിടിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പം എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനാണ് ഞാൻ പറയണത്. അപ്പം നല്ല നോൺ സ്റ്റിക്ക് പാന് യൂസ് ചെയ്യുക. അടിക്ക് പിടിക്കാതെ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചൂട് വരുന്ന സമയത്ത് ഈ ബ്രെഡിൻ്റെ ലെയർ അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി അതിലേക്ക് നമുക്ക് 2 മിനിറ്റ് അപ്പുറം ഇപ്പുറം ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ നല്ലോണം ഒന്ന് സോക്കായുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് നല്ലോണം ഈ പാല് വിളിച്ചെടുക്കണം. ഈ പാല് വറ്റി വരുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ പ്രശ്നം ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു. ഇത് ഞാൻ വിചാരിച്ചു ഇത് അടിക്ക് പിടിക്കില്ല എന്ന്, പക്ഷേ ഇത് അടിക്ക് പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ ഇത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഈ പാല് ഈ ബ്രെഡ് ഇങ്ങനെ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ട എൻ്റെ പാനിൽ സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പം അധികം ഞാനിത് വെച്ച് ഇത് നല്ലോണം കരിഞ്ഞു പോകും. അപ്പോൾ അടിക്കൊക്കെ പിടിച്ചിട്ട് പിന്നെ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ വേഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ പറ്റിയ രീതിയാണ്. അധികം ഗോൾഡൻ കളർ ഷെയ്ഡ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഓൾറെഡി എല്ലാം സെറ്റായിട്ടാണ് വന്നത്. ഇനി അടുത്ത ലെയർ ഞാനിത് നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് 2 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് സെയിം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലൊഴിച്ച് വെച്ച് അപ്പുറം തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നവരെ, ഈ ഒരു ഷെയ്ഡ് വരുന്നവരെ നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ പാലൊക്കെ നല്ലോണം വിരിഞ്ഞ് വന്നിട്ട് കാണാമല്ലോ. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. ഇത് നല്ലോണം നല്ല നമ്മൾ ബ്രെഡ് പുഡിംഗ് ഒക്കെ ഇല്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഷുഗറും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.